ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ സച്ചി എന്തു പറയും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ വേറൊന്നുമല്ല, രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രുതിയോട് ഒരു ചെറിയ മാപ്പ് പറയണം. ഏതായാലും നമ്മുടെ സച്ചി അത് പറയുകയാണ് കേട്ടോ. അപ്പൊ ആ ഭാഗമൊക്കെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഇന്ന് രാവിലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഭാഗമൊന്നും കൂടുതൽ പറയുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ മാപ്പ് പറയുകയാണ്. മാപ്പ് പറഞ്ഞപ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല ശ്രുതിക്ക് പറയാനുള്ളത്. ശ്രുതിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് മാപ്പ് പറഞ്ഞത് ഒക്കെ ഇരിക്കട്ടെ, പക്ഷെ ഇനി മേലാല് എന്നോട് എന്ത് പറഞ്ഞാലും എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്റെ ഭർത്താവിന് അതൊരു ഏട്ടന്റെ ബഹുമാനം തന്നെ സച്ചി കൊടുത്തിരിക്കണം എന്ന് പറയുകയും കൂടെ ചെയ്തു. ഇതും കൂടെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. രവീന്ദ്രൻ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രവീന്ദ്രന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സച്ചി ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സച്ചി എല്ലാം അങ്ങോട്ട് സമ്മതിച്ച് അങ്ങോട്ട് സച്ചി എന്താ പറയാ അടങ്ങി അങ്ങോട്ട് ഇരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി പറഞ്ഞത്, അതെ അച്ഛന് മെഡിസിൻ ഒക്കെ കഴിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആരോഗ്യം നന്നായിട്ട് നോക്കണം. ഇനി ഒരു അറ്റാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല, പൈസ പോലും കയ്യിലില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടതും സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, നീ എന്ത് സംസാരമാടാ സംസാരിക്കുന്നത്? നിനക്ക് എന്താടാ വിവരമില്ലേടാ? ഇപ്പം വന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിലാണോ ഇങ്ങനെയൊക്കെ പറയണത്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാവ് പിഴച്ചു കഴിഞ്ഞാണ്ടല്ലോ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നീ കൂടുതൽ പറയൂന്നും വേണ്ട. പൈസ എന്ത് പൈസ? പൈസയാണോ ഒരു മനുഷ്യന്റെ ജീവനാണോടോ വലുത്? നീ ഇനി അറ്റാക്കിന്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. എന്റെ അച്ഛനൊരു ആപത്ത് വരരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഒരു അറ്റാക്ക്. അത് പിന്നെ സച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സച്ചി, വേറൊന്നുമല്ല. ഒന്ന് സൂക്ഷിച്ചും കണ്ടും നടക്കുന്നത് നല്ലതാണല്ലോ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ, ഒന്ന് കെയർ ചെയ്യണം നല്ലതാണല്ലോ, അതും കൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി പോട്ടെ, അവൻ അങ്ങനെ പറഞ്ഞത് നല്ലതിന് വേണ്ടിയല്ലേ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല അവൻ പറഞ്ഞത്, അതുകൊണ്ട് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കുക സച്ചി എന്ന് പറഞ്ഞു. ഏതായാലും രവീന്ദ്രൻ പറഞ്ഞത് കൊണ്ട് സച്ചി അവിടെ അടങ്ങുകയാണ് കേട്ടോ. കാരണം രവീന്ദ്രൻ ഇനി പറഞ്ഞാൽ നമ്മുടെ സച്ചി അത് ചെയ്യാതിരിക്കത്തില്ല. ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു രവീന്ദ്രന് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, പറയരുത് എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്ര സന്തോഷം കൊടുക്കണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതൊക്കെയാണല്ലോ, 3 ബ്ലോക്കൊക്കെ വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് സച്ചി സമ്മതിച്ചു കൊടുക്കാം. അപ്പൊ ഇതിനിടയിൽ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ പെട്ടെന്ന് ഓർത്തത്. അപ്പൊ രവീന്ദ്രൻ വീണ്ടും ചോദിച്ചു, എന്താ മോനെ നിനക്ക് എവിടെന്നാ പൈസ കിട്ടിയത്? അതെന്താ അച്ഛനോട് പറയാൻ നിനക്ക് മടി? നീ എവിടെന്നാ പൈസ ഒപ്പിച്ചത്? അത് പറ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അച്ഛൻ ഇപ്പൊ പൈസയുടെ കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല. അച്ഛൻ ഇപ്പം കറക്റ്റ് ആഹാരവും കഴിച്ച് മെഡിസിൻ ഒക്കെ കഴിച്ച് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് അറിയണം മോനെ, എവിടെന്നാ പൈസ കിട്ടിയെന്ന് എനിക്ക് അറിയണം. ഇനി വല്ല കടവും മേടിച്ചോ? ഇനിയിപ്പോൾ കടം മേടിച്ചെങ്കിൽ അച്ഛൻ പൈസ തരാം വീട്ടാന് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് എങ്ങനെയും വീട്ടാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അവൻ്റെ കാറ് വിറ്റത്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ എന്തോ പോലെ ആയിപ്പോയി. രവീന്ദ്രൻ പറഞ്ഞു, മോനെ എന്തിനാ മോനെ കാറൊക്കെ വിറ്റ് അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചത്? എന്തിനാ? എനിക്കിനി കൂടിപ്പോയാൽ എത്ര നാൾ ആയുസ് കാണും? ഈ ആയുസ് ഇവിടം കൊണ്ട് തീരുമായിരുന്നു, അങ്ങ് തീർന്നു പോയേനല്ലോ. നിന്റെ എത്ര നാളത്തെ കഷ്ടപ്പാട് ആ കാറെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നിർത്തുന്നുണ്ടോ? അച്ഛൻ്റെ ആയുസ് അച്ഛൻ കണക്കാക്കുകയൊന്നും വേണ്ട. എൻ്റെ അച്ഛന് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ അച്ഛൻ ഞാൻ മരിക്കുന്നവരെ എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, ജീവിച്ചിരിക്കണം. അച്ഛന് 100, 101, 110 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. അച്ഛൻ കൂടുതൽ ആയുസൊന്നും ഇപ്പം നിർണ്ണയിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും എങ്കിലും വേണ്ടായിരുന്നു, കാറ് വിൽക്കണ്ടായിരുന്നു. ആ പ്രമാണം ഉണ്ടായിരുന്നല്ലോ, ആ പ്രമാണം കൊണ്ടുപോയി ഇങ്ങ് വിറ്റ് കഴിഞ്ഞിട്ട് പണയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 4 ലക്ഷം 5 ലക്ഷം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കുമാണ്, പിന്നെ പ്രമാണം എവിടെയാ? നിങ്ങൾ ആരുടെ കയ്യിലാണ് കൊടുത്തത്? ദേ രവിയേട്ടന് വയ്യാണ്ടിരിക്കുക, അതുകൊണ്ട് രവിയേട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ ചന്ദ്രേ, പ്രമാണം ആരുടെ കയ്യിൽ കൊടുക്കാനാ? പ്രമാണം ഇവിടെ ഉണ്ടല്ലോ. പ്രമാണം ഇവിടെയൊന്നുമില്ല. നിങ്ങളെന്താ, നിങ്ങൾക്ക് മറവിയും വന്നോ? നിങ്ങൾക്ക് എന്താ പറ്റി? ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം മറന്നുപോയോ? നിങ്ങളുടെ മരുമോളുടെ കയ്യിൽ, പുന്നാര മരുമോളുടെ കയ്യിലല്ലായിരുന്നു ആ പ്രമാണം കൊടുത്തത്? രേവതിയുടെ കയ്യിലോ? എൻ്റെ പൊന്ന് ചന്ദ്രൻ, രേവതിയുടെ കയ്യിൽ ഞാൻ ആ പ്രമാണം കൊടുത്തു, ശരിയാ. പ്രമാണം കൊടുത്തത് ശരിയാണെങ്കിലേ കണക്കായിപ്പോയി. പ്രമാണം കൊണ്ട് മരുമകൾ അങ്ങോട്ട് മുങ്ങി. അപ്പം രേവതി ഇവിടെ ഇല്ലേ? സച്ചി, നീ രേവതിനെ ഇതുവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ഇല്ല ഞാനിതിനെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? അവള് കാരണം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത്. ശ്രീകാന്ത് പോയത് അവള് കാരണം, അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് അവള് കാരണം, അതുപോലെ എൻ്റെ അച്ഛൻ ഇപ്പൊ അസുഖം വന്നത് അവള് കാരണം. ദേ സച്ചി, നീ വെറുതെ രേവതിനെ കുറ്റപ്പെടുത്താതെ. എന്തിനും ഏതിനും നമ്മൾ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഞാനൊരു കാര്യം പറയാം, ഞാൻ മരണാവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഇവിടെ വന്നിരിക്കുക. എനിക്ക് ആരുടെയും കുറ്റവോ കുറവോ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ജീവിക്കുന്ന കാലം വരെ നമ്മൾ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുക ചെയ്യേണ്ടത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെ മരണത്തെ മുന്നിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു വിലയും നിലയും ഒക്കെ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛൻ മിണ്ടാതിരിക്കുക, അച്ഛന് ഒത്തിരി പ്രഷർ കൊടുക്കരുതേ, അച്ഛന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നീ എന്താടി ചന്ദ്രയെ പറഞ്ഞത്? നിന്റെ മരുമകള് അതും എടുത്തോണ്ട് മുങ്ങിന്ന്, പ്രമാണം എടുത്തോണ്ട് മുങ്ങിന്ന്. തെറ്റിപ്പോയി, എല്ലാം തെറ്റിപ്പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല രേവതി. അതേ സച്ചി, നിനക്കെങ്കിലും രേവതിനെ കുറിച്ച് അറിയാന്നാ ഞാൻ ഓർത്തത്. എന്താടാ ഭർത്താവാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ലടാ. ദേ, നിന്റെ ഭാര്യ എത്ര നല്ലവളാണെന്നും അവളുടെ മനസ്സ് എത്ര വിശാലമാണെന്നൊക്കെ അറിയണമെങ്കിലേ നിനക്ക് എന്നോട് ചോദിക്കേണ്ട വരുമല്ലോടാ. എടാ, അവളുണ്ടല്ലോടാ, ആ പ്രമാണം എന്റെ കയ്യിലാ തന്നത്. അന്ന് രാത്രി തന്നെ ഇത് അച്ഛന്റെ അമ്മയുടെ റൂമിലായിരിക്കേണ്ടതെന്ന് പറഞ്ഞ് എന്റെ കൈ കൊണ്ട് തന്നാന്ന് പറഞ്ഞു. ഇത് കേട്ടതും അങ്ങോട്ട് എല്ലാവരും അങ്ങ് ഷോക്കായി പോയിട്ടോ. എന്ത് പറയാനാ, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. പണ്ടാരം അടങ്ങിയെന്ന് പറയാം നമ്മുടെ സച്ചിയൊക്കെ ഷോക്കായിട്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അപ്പൊ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ ആ പ്രമാണം? അതെ, നമ്മുടെ ഷെൽഫിനകത്ത് ആ പ്രമാണം ഇരിപ്പുണ്ട്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പോയി നോക്കാൻ പറഞ്ഞു. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ രേവതി കട്ടും മോഷ്ടിച്ചും കൊണ്ടൊന്നും ഇവിടെ നിന്ന് പോയതല്ല. രേവതിനെ ഇവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടതല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്. അതെനിക്ക് നന്നായിട്ട് അറിയാം സച്ചി. നീ ഈ കാണിക്കുന്നത് വലിയ തെറ്റാ, വലിയ നീതികേടാ നീ കാണിക്കുന്നത്. നിന്റെ ഭാര്യനെ നോക്കേണ്ടതല്ലതെ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിന്റെ ഭാര്യനെ നീ വീട്ടിൽ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. എടാ, ഒരു ആണിന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത് അവളെ വീട്ടിൽ നിർത്തി നോക്കുക എന്നുള്ളതാ. അല്ലാതെ നീ പറയുന്ന പോലെ, നീ കാണിക്കുന്നത് പോലെ തൊട്ടേനും പിടിച്ചതിനും വഴക്കുണ്ടാക്കി അവളെ വീട്ടിൽ പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അതിന് ആണത്വം എന്നല്ല പറയുന്നത്, അത് ഭീരത്വം എന്നാ പറയുന്നത് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം സച്ചിക്ക് രേവതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. ആ ഒരു കല്യാണം നടന്നതിന്റെ ആ ഒരു ഷോക്ക് മാറുന്നില്ലല്ലോ. അപ്പൊ അതാണ് രേവതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അങ്ങനെ ഈ കാര്യമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, രവിയേട്ടൻ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, ഒരു കാര്യം ചെയ്യുക, ഗുളികയൊക്കെ കഴിക്കാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ആ ഗുളികയൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി പെട്ടെന്ന് ഗുളികയൊക്കെ നോക്കി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഗുളികയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളത്, ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ളത്, ആഹാരം കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കാവുള്ളൂ. ഏതായാലും ഈ ഗുളിക ഇപ്പൊ കഴിക്കുക, ഇത് നെഞ്ചരിച്ചിലിനൊക്കെ ഉള്ള ഗുളികയാ, അപ്പൊ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അത് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ചന്ദ്ര കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രേവതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്? ഇവിടെയാ രേവതി താമസിക്കേണ്ടത്, അവളുടെ വീട് ഇതാ, നിന്റെ ഭാര്യ രേവതി, അല്ലാണ്ടാവുന്നില്ലല്ലോ. അപ്പം അവള് താമസിക്കേണ്ടത് ഇവിടെയാ. ഒരു വാശി വൈരാഗ്യവും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ അച്ഛാ ഈ പറയുന്നത്? എന്നോട് പറയരുത്, ഞാൻ അവളെ വിളിച്ചോണ്ട് വരില്ല, കാരണം അവൾ അതുപോലത്തെ കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നീ അവളെ വിളിച്ചോണ്ട് വരില്ല? വിളിച്ചോണ്ട് വരില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വരണ്ട. ഞാനേ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ കണ്ട് ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? അതുകൊണ്ട് എനിക്ക് മെഡിസിനും വേണ്ട, ആഹാരവും വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്റെ രേവതി മോളെ ഇങ്ങോട്ട് എപ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്നോ അപ്പോഴേ ഞാൻ മെഡിസിൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, നമ്മുടെ രവീന്ദ്രന്റെ ആ ഒരു ആട്ടം ഏറ്റു എന്ന് പറയുന്നതാണ് സത്യം. സച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. രേവതിനെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കില്ല, മെഡിസിൻ കഴിക്കില്ല. അത് നമ്മുടെ സച്ചിക്ക് താങ്ങാനും കഴിയില്ല. ആ ഒരു അവസ്ഥയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലൊക്കെ തന്നെയാണ്. സച്ചി വിളിക്കാൻ വരില്ല എന്നൊരു പ്രതീക്ഷയുണ്ട് രേവതിക്ക്. നമ്മുടെ ദേവൂനും ലക്ഷ്മിക്കൊക്കെ അത് തന്നെയാണ്. അപ്പം രേവതിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര്, നീ പൊക്കോ, നീ പോയി നോക്ക്, ഏതായാലും രവിയേട്ടൻ നിന്നോട് ക്ഷമിക്കാതിരിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി വീണ്ടും ആവർത്തിക്കുന്നത്, സച്ചേട്ടൻ വരാതെ ഞാൻ പോവില്ല, ഞാൻ നാണം കെട്ട് അങ്ങേയറ്റം ഞാൻ നാണം കെട്ട് ചെന്നതാ, വഴിയിൽ വെച്ച് എന്നെ അപമാനിച്ച് എന്നെ ഇറക്കി വിട്ടതാ, ഞാൻ വഴിയിൽ ചെന്ന് എല്ലാവരുടെ കൂട്ടുകാരന്മാരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു വിട്ടതല്ലേ, ഇനി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വാശി കാണിച്ച് തന്നെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ആ വാശിക്ക് മുമ്പിൽ തോക്കുകയാണ് ചെയ്യുന്നത്. രേവതിയുടെ വാശിക്ക് മുമ്പിലല്ല, രവീന്ദ്രന്റെ വാശിക്ക് മുമ്പിൽ. അപ്പൊ രവീന്ദ്രൻ മെഡിസിൻ കഴിക്കണമെങ്കിലും രവീന്ദ്രൻ ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മുടെ രേവതി വീട്ടിൽ തിരിച്ചെത്തണം. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സച്ചി ഒടുവിൽ മുട്ടുകുത്തി കേട്ടോ. അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷം. ലക്ഷ്മി മോളെ ഇത് ആരാ വന്നേക്കുന്നത്? സച്ചി വന്നേക്കുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ രേവതി ഇച്ചിരി കൂടെ വെയിറ്റ് ഇട്ട് അങ്ങ് നിന്നു കേട്ടോ. അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും കുറച്ചുകൂടെ വെയിറ്റ് ഇട്ട് അങ്ങ് നിന്നു. അപ്പൊ സച്ചി കയറി വന്നിട്ട് പറഞ്ഞു, അതെ
ഒരു കാര്യം ചെയ്യുക രേവതി, പെട്ടെന്ന് വാ, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ പോകണമെന്നോ? എങ്ങോട്ടേക്ക്? എന്തിനാ വീട്ടിൽ പോകേണ്ടത്? ഞാൻ വരുന്നൊന്നുമില്ല. അതെ, നീ വരുന്നില്ലെന്ന് നീ പറഞ്ഞാലല്ല, ഞാൻ നിന്നെ വിളിക്കാനാ വന്നത്. വീട്ടിൽ പോകണം, വീട്ടിൽ പോയേ പറ്റൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ പിന്നെ എന്തിനാ വിളിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയാണോ ഞാൻ? നിങ്ങളുടെ ഭാര്യ ആണെങ്കിൽ നിങ്ങൾ സ്നേഹം കൊണ്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ, ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി പറയുകയാണ്, വേറൊന്നുമല്ല, അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛന് നിന്നെ കാണണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. ഏതായാലും രേവതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട ഒരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും നാളെ രാവിലെ വരണം. കറക്റ്റ് 6:53 ആകുമ്പോൾ നമ്മൾ എന്ന് വിടുന്ന പോലെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഫുൾ വിശേഷം. പിന്നെ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥ നമ്മൾ ഇന്നൊരു 9:30 ആകുമ്പോൾ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.